ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള പുണ്യഭൂമി. അതാണ് ഞാൻ കണ്ട കൊട്ടിയൂർ. തത്വമസി ട്രാവൽസിൻ്റെ തിരുനെല്ലി കൊട്ടിയൂർ തീർത്ഥാടന യാത്രയിലെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായിരുന്നു കൊട്ടിയൂർ. മഴ നനയാതെ അക്കരെ കൊട്ടിയൂരിൽ പോയി കൊട്ടിയൂരപ്പനെ തൊഴുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഭവാലിപ്പുഴയിൽ കുളിച്ച് ഈറനുടുത്ത് കൊട്ടിയൂരപ്പനെ തൊഴാൻ പോകുന്ന ഒരുപാട് ഭക്തരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഭവാലിപ്പുഴയിലെ കല്ലുകൾ എടുത്തുരച്ചാൽ ചന്ദനവും ഭസ്മവും ലഭിക്കും. അത് തൊട്ടാണ് ഭക്തർ കൊട്ടിയൂരപ്പനെ തൊഴാനായി പോകുന്നത്. ഞങ്ങൾ പോയ ദിവസം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കൊട്ടിയൂരിൽ തിരക്ക് കുറവായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഹൈന്ദവ പുരാണങ്ങളിലെ ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തൻ്റെ മകൾ ശിവനുമായുള്ള വിവാഹത്തിൽ തൃപ്തനാകാത്ത ദക്ഷപ്രജാപതി തൻ്റെ മകളായ സതീദേവിയെയും ശിവനെയും അറിയിക്കാതെ ഒരു സ്ഥലത്ത് യാഗം നടത്തുന്നു. ദക്ഷൻ്റെ ഉദ്ദേശമറിയാതെ സതീദേവി യാഗഭൂമി സന്ദർശിക്കുന്നു. സതിയുടെ പിതാവിൽ നിന്ന് അപമാനിക്കപ്പെട്ട അവൾ യാഗാഗ്നിയിൽ സ്വയം ഹോമം ചെയ്തു. ദക്ഷൻ്റെ അഹങ്കാരമടക്കാൻ പരമശിവൻ വീരഭദ്രനെ സൃഷ്ടിച്ച് യാഗസ്ഥലം തകർത്തതുമായി ബന്ധപ്പെട്ട പുരാണ സംഭവങ്ങൾ നടന്ന സ്ഥലമായാണ് കൊട്ടിയൂർ അറിയപ്പെടുന്നത്. അക്കരെ കൊട്ടിയൂർ പോയി തൊഴുതതിന് ശേഷം ഇക്കരെ കൊട്ടിയൂരും പോയി തൊഴുതാൽ മാത്രമേ കൊട്ടിയൂർ ദർശനം പൂർത്തിയാകുകയുള്ളൂ. തത്വമസി ട്രാവൽസിൻ്റെ കൂടെ കൊട്ടിയൂർ തീർത്ഥാടനത്തിന് പോകാൻ നിങ്ങൾക്കും അവസരം. കൊട്ടിയൂർ തീർത്ഥാടനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായിട്ടോ തത്വമസി ട്രാവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുമായോ ബന്ധപ്പെടുക.